നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ട നടൻ തന്നെയാണ് നടൻ കൃഷ്ണകുമാർ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഉൾപ്പെടെ, ഭാര്യ ആയിക്കോട്ടെ, അതുപോലെ മക്കളായിക്കോട്ടെ, എല്ലാം മലയാളികൾ ഏറ്റെടുത്ത ഒരു താരകുടുംബം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം തിളങ്ങി നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട്. എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ്. കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത്. കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധു, മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസിയയും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട്. താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യാറുണ്ട്. കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷം ദിയ 3 മാസം ഗർഭിണിയാണ് എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം. വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് കുടുംബം ഒന്നാകെ. പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അടുത്തിടെ ദിയ പങ്കുവച്ചിരുന്നു. കൃഷ്ണകുമാർ കുടുംബത്തിൽ അഭിനേത്രിയായി മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചത് അഹാനയാണെങ്കിലും സഹോദരി ദിയയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരാൾ. പലപ്പോഴും വിവാദങ്ങളിലും ദിയ ചെന്ന് പെടാറുമുണ്ട്. യൂട്യൂബർ എന്ന രീതിയിൽ ഏറ്റവും സജീവമായ വീഡിയോകൾ ചെയ്ത് പങ്കുവയ്ക്കുന്നതും ദിയ തന്നെയാണ്. എന്നാൽ കൃഷ്ണകുമാറിന്റെ മക്കളിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് ഇഷാനി കൃഷ്ണയ്ക്കാണ്. പക്ഷെ താരം യൂട്യൂബിൽ വളരെ വിരളമായി മാത്രമേ വീഡിയോയും വ്ളോഗുകളും പങ്കുവയ്ക്കാറുള്ളൂ. ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇഷാനി യൂട്യൂബിൽ പങ്കുവെച്ചത്. ഹൈദരാബാദിലേക്ക് നടത്തിയ ഏറ്റവും പുതിയ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് വ്ളോഗിലേറെ. ഇത്തവണ ന്യൂ ഇയറും ഇഷാനി ആഘോഷിച്ചത് ഹൈദരാബാദിൽ തന്നെയായിരുന്നു. ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു യാത്ര എന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ താരപുത്രി പറയുന്നത്. ഒറ്റയ്ക്കാണ് ഹൈദരാബാദ് വരെ തിരുവനന്തപുരം മുതൽ ഇഷാനി യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് അതിയായ ടെൻഷൻ ഉള്ളതായും ഇഷാനി വീഡിയോയിൽ പറയുകയായിരുന്നു. ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് സ്ട്രെസ് കുറഞ്ഞതെന്നും ഇഷാനി പറഞ്ഞു. ഹൈദരാബാദിലേക്ക് ഇഷാനിക്ക് സഹായകമായി വളരെ കാലമായുള്ള സുഹൃത്ത് ദേവനിധിയും എത്തിയിരുന്നു. വർക്കിനിടെ ഇരുവരും ചെറുതായി ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. ഗോൽഗണ്ട ഫോർട്ട്, അതുപോലെ മട്ടൻ മന്തി, മനം ചോക്ലേറ്റ് എന്നിവയെല്ലാം കണ്ടും കഴിച്ചും ആസ്വദിക്കുന്ന ഇഷാനിയെയും ബ്ലോഗിൽ കാണാം. ദേവനിധിയെ കൂടാതെ ഇഷാനിയുടെ ആൺ സുഹൃത്ത് അർജുനും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷാനിക്കൊപ്പം ഉണ്ടായിരുന്നു. അർജുനും സമാനമായ വർക്കിന് വേണ്ടിയാണ് ഹൈദരാബാദിൽ എത്തിയത്. ഇരുവരും റിലേഷൻഷിപ്പിലാണെന്നത് പരസ്യമായ രഹസ്യമാണ്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും അർജുനും അതിഥിയായി എത്താറുണ്ട്. പക്ഷെ പ്രണയത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വകാര്യത ഇഷാനി നൽകുന്നുണ്ട്. അതിനാലാകണം പുതിയ വ്ളോഗിൽ പോലും വളരെ വിരളമായി മാത്രമേ അർജുന്റെ ക്ലിപ്പുകളുമുള്ളൂ. വീഡിയോ വൈറലായതോടെ അർജുന്റെ കെയറിംഗ് സ്വഭാവത്തിനും ഇഷാനി റിലേഷൻഷിപ്പിനും നൽകിയിരിക്കുന്ന സ്വകാര്യതയും പ്രശംസിച്ചുമാണ് കമന്റുകൾ ഏറെ. ദിയെ പോലെയല്ല, ഇഷാനി പ്രണയം സ്വകാര്യമായി സൂക്ഷിക്കുന്നു. അർജുൻ വളരെ കെയറിംഗ് എന്നത് വ്യക്തമാണ്. രണ്ടുപേരും ക്യൂട്ട് കപ്പിളാണ്. ഇഷാനി ഹൻസുവിനെ പോലെ ഓവർ ക്യൂട്ട്നെസ്സോ അഹാനെ പോലെ ഓവർ മെച്ചോർഡോ അല്ല. ദിയെ പോലെ കോമഡിയും അല്ല എന്നെല്ലാമാണ് ആരാധകർ താരപുത്രിയെ കുറിച്ച് എഴുതിയത്. സ്കൂൾ കാലം മുതലേ അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ അഹാനയും ഛായാഗ്രഹൻ നിമിഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളുമുണ്ട്. എന്നാലും വൈകാതെ തന്നെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വീണ്ടും ഒരു വിവാഹം ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.